വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ പുന്നമടയിലെ ആവേശം അതേപടി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു മത്സരം. ആ ഒരു മത്സരം അത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വലിയൊരു ആവേശത്തിന് അപ്പുറത്തേക്ക് വലിയൊരു വീര്യം, ഒരു കരയുടെ അഭിമാനം, ജീവൻ മരണ പോരാട്ടമെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ജലമാമാങ്കം. ഓളപ്പരപ്പിലത്തെ ഒളിമ്പിക്സ് എന്ന വെറും ഒരു വിശേഷണത്തിനപ്പുറത്തേക്ക് ഈ ഒരു നാടിന്റെ ജീവനാടിയാണ് ഈ വള്ളംകളി. വെള്ളവും മണ്ണും എല്ലാം തന്നെ ഇടം വിരിഞ്ഞ പ്രകൃതികളുണ്ട്. ഒരു വലിയ നാട്, ആ നാട്ടിലേക്ക് നടക്കുന്ന ഏറ്റവും മനോഹരമായ ഹീൽസ് മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. എത്രത്തോളം ആവേശമാണ് ഈ ഹീൽസ് മത്സരത്തിലെന്ന് അവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഈ വള്ളങ്ങൾ നമുക്ക് കാണാനാകും. ഇരുകരകളും ആവേശക്കെടുപ്പിലേക്ക് ഒരുപാട് ആരാധകരുള്ള, ഒരുപാട് ആളുകൾ തീവ്രതയിൽ സ്നേഹിക്കുന്ന വള്ളങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ പോരാട്ടത്തിലേക്ക് വാക്കുകളിൽ വിവരിക്കുന്നതിനപ്പുറമുള്ള ഏറ്റവും മനോഹരമായ പോരാട്ടത്തിലേക്ക് ഇന്നിവിടെ സാക്ഷി വെക്കുകയാണ്. റെക്കോർഡുകൾ തമ്മിലുള്ള മത്സരം തന്നെ എന്ന് പറയാം ഈ മൂന്നാം ഹീറ്റിൽ നടക്കുന്നത്. നമുക്കറിയാം UBC കൈനകരി ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫിയെ ഈ ചുണ്ടൻ വള്ളങ്ങളെ വിജയതീരത്തെത്തിച്ച ബോട്ട് ക്ലബ്ബാണ് UBC കൈനകരി. UBC കൈനകരി 1963, 64, 65, 90, 91 വർഷങ്ങളിലൊക്കെ തന്നെ വിജയിച്ചതാണ്. ആ ഒരു UBC കൈനകരി 12 തവണ വിജയിച്ച UBC കൈനകരി ഇപ്പോൾ ഇവിടെ അലവടി ചുണ്ടനിൽ തുഴയെറിഞ്ഞെത്തുമ്പോൾ അതിനെ വെല്ലുവിളിക്കുന്നത് മേൽപ്പാടം ചുണ്ടനിൽ തുഴയെറിയുന്ന PBC പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ റെക്കോർഡ് കഴിഞ്ഞ 5 തവണയും വിജയിച്ചു. 7 തവണ നെഹ്റു ട്രോഫി നേടിയിട്ടുള്ള പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് റെക്കോർഡ് ഡബിൾ ഹാട്രിക് എന്ന റെക്കോർഡ് ലക്ഷ്യം വെച്ചുകൊണ്ട് തുഴയെറിയുമ്പോൾ ആ പോരാട്ടം, ആ വാശി അത് കരയ്ക്കുമപ്പുറം വലിയ രീതിയിലുള്ള വാശിയായി മാറിയിരിക്കുന്നു. കട്ടക്കട്ടയ്ക്കുള്ള മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും. ആ മത്സരം തന്നെയാണ് നടക്കുന്നത്. 3-ാം ട്രാക്കിലൂടെയാണ് മേൽപ്പാടം ചുണ്ടൻ വരുന്നത്. 4-ാം ട്രാക്കിൽ ആലപ്പാടം ചുണ്ടനാണ്. 1-ാം ട്രാക്കിൽ തുഴയുന്നത് അതും വാശിയേറി ചമ്പക്കുളം ചുണ്ടനാണ്. 9 തവണ നെഹ്റു ട്രോഫി നേടിയ ചുണ്ടനാണ് ചമ്പക്കുളം ചുണ്ടൻ. 1989, 90, 91, 94, 95, 96 2 ഹാട്രിക് നേടിയ ചുണ്ടനാണ്. 9 തവണ മൊത്തത്തിൽ വിജയിച്ചിട്ടുണ്ട്. അതിൽ തുഴയുന്നത് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബാണെങ്കിൽ തലവടി ചുണ്ടനിലാണ് UBC എത്തുന്നത്. 2023 വീട്ടിലിറങ്ങിയ ചുണ്ടനാണ് തലവടി ചുണ്ടൻ. തലവടി ചുണ്ടനെ 24 ഇവിടെ എത്തിച്ചത് കുമരകമായിരുന്നു. എന്നാൽ ഇത്തവണ UBC കൈനകരിയാണ് തലവടി ചുണ്ടനെ എത്തിക്കുന്നത്. വലിയ രീതിയിലുള്ള പോരാട്ടം, ഏറ്റവും ശക്തമായ മത്സരം. മേൽപ്പാടം ചുണ്ടൻ അത് പള്ളാത്തുരുത്തി വിജയം ആവർത്തിക്കാൻ ലക്ഷ്യം വെച്ച് വരുന്നു. ഇതിൽ പള്ളാത്തുരുത്തിക്ക് ഹീറ്റ്സ് മത്സരത്തിൽ തന്നെ ചെക്ക് പറയുമോ UBC എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. വലിയ ആവേശം, ഇരുകരകളിലും ആവേശമാണ്. തീർച്ചയായും ഏറ്റവും ആവേശകരമായ ഏറ്റവും മത്സരത്തിലേക്ക് കടക്കുകയാണ്. അത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനപ്പുറത്തേക്ക് വാക്കുകൾ വിവരിക്കുന്നതിനപ്പുറമുള്ള ഒരു വലിയ ജലമാമാങ്കത്തിന് ഈ നാടൊന്നാകെ സാക്ഷിയാകുമ്പോൾ ഏറ്റവും മനോഹരമായ ഫൈനലിൽ തുല്യമായ ഏറ്റവും മനോഹരമായ ഏറ്റവും ആവേശം നിറയുന്ന ഒരു മത്സരത്തിലേക്കാണ് ഈ പുന്നമട ഫിനിഷിംഗ് പോയിന്റ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഏകദേശം ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഒരു വശത്തേക്കുള്ള ഒരു കരക്കാരുടെ മുഴുവൻ കാത്തിരിപ്പിലേക്ക് ഉള്ളത്. ആ ആവേശം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുകയാണ്. അരപ്പാട് ദൂരം കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അല്പദൂരം മാത്രം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് UBCയും പള്ളാത്തുരുത്തിയും തമ്മിൽ, തലവടിയും മേൽപ്പാടവും തമ്മിൽ നടക്കുന്നത്. കട്ടക്കട്ടയ്ക്കുള്ള മത്സരം. ആരൊന്നാമതായി ഫിനിഷ് ചെയ്യും? ഇത് ഫൈനലിന്റെ ഒരു റിഹേഴ്സൽ തന്നെയാകുമോ? നമുക്ക് കാത്തിരിച്ച് കാണാം. ഒപ്പത്തിനൊപ്പം തുഴയെറിഞ്ഞു വരികയാണ്. ഒപ്പത്തിനൊപ്പം ചെറിയ മുന്നേറ്റം. UBCയാണോ അല്പം മുമ്പിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. UBC അല്പം മുമ്പിലാണ്. ഇല്ല, വിട്ടുകൊടുക്കുന്നില്ല. തലവടി ചുടലിൽ UBC തുഴയെറിയുമ്പോൾ ഇപ്പുറവും ചുടമുറുക്കുകയാണ്. പള്ളാത്തുരുത്തി ബോട്ട് ചുടമുറുക്കി കഴിഞ്ഞു. ആര് കയറും? ഇനിയും 2 വള്ളപ്പാട് മാത്രം ദൂരം ഫിനിഷിംഗിലേക്ക് കടക്കാൻ. ഒപ്പത്തിനൊപ്പം മഞ്ഞക്കുപ്പായമണിഞ്ഞ് UBC വരുമ്പോൾ നീലയും വെള്ളയും കലർന്ന കുപ്പായവുമായി പള്ളാത്തുരുത്തി മേൽപ്പാടം ചുടലിൽ മുന്നോട്ട് കുതിക്കുന്നു. 2 ഒപ്പത്തിനൊപ്പം ആവേശത്തോടെ ആവേശം. ഇതാണ് മത്സരം. ഇതാണ് നെഹ്റു ട്രോഫിയിൽ കാണികൾ കാത്തിരിക്കുന്ന മത്സരം. ആര് ഫിനിഷ് ചെയ്യും? UBC അല്ല, പള്ളാത്തുരുത്തി കയറി. അവസാന നിമിഷം മുന്നേറ്റം. UBC
UBC പിന്നിലാക്കി അവസാന നിമിഷം മേൽപ്പാടത്തിൽ തുഴയെറിഞ്ഞ് പള്ളാത്തുരുത്തി ഓരോ വർഷവും ആവർത്തിക്കുന്ന ആ ഒരു രീതി. പള്ളാത്തുരുത്തി അവസാനത്തെ ആ തൊഴമുറുക്കം അതിലൂടെ കയറി ഒന്നാമതായി ഫിനിഷ് ചെയ്തു. ഇതിന്റെ എല്ലാം ടൈം, ഫിനിഷിംഗ് ടൈം അത് തന്നെയാണ് നിർണായകം. എന്ത് തന്നെയായാലും പള്ളാത്തുരുത്തി UBC 2 തുഴപ്പാട് പിന്നിലാക്കിക്കൊണ്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നു. മൂന്നാമതായി ചമ്പക്കുളവും, ചരിത്രങ്ങളേറെ പറയുന്ന ചമ്പക്കുളം മൂന്നാമതായി ഫിനിഷ് ചെയ്യുന്നു. എന്നാൽ അത് ഒരു വള്ളപ്പാട് പിറകിയിരിക്കുകയാണ്. അത് തന്നെയാണ് ആ അവസാന മിനിറ്റിലെ ആ മനോഹരമായ കയറ്റം. ഒരു സർവശക്തിയും ബാക്കി ചെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാനുള്ള വലിയൊരു മുന്നേറ്റം അവസാന നിമിഷത്തെ ആ വർഷവും ആവർത്തിക്കുന്നത്. പള്ളാത്തുരുത്തി കഴിഞ്ഞ കരുമാടി ജലോത്സവത്തിലും ഇത് തന്നെയായിരുന്നു. പള്ളാത്തുരുത്തി ആ പേരിലല്ലെങ്കിൽ പോലും തുഴഞ്ഞത് വലിയ ദിവാഞ്ചിയിലായിരുന്നു. വെള്ളംകുളങ്ങര ചുണ്ടനെ അവസാന നിമിഷം പിന്നിലാക്കിക്കൊണ്ടുള്ള ഒരു കുതിപ്പ് അത് അവരുടെ രീതിയാണ്. ഓരോ നെഹ്റു ട്രോഫിയിലും കാണുന്നതാണ്. കഴിഞ്ഞ നെഹ്റു ട്രോഫി ഫൈനലിലും കണ്ടതാണ്. അവസാനം ഫിനിഷിംഗ് പോയിന്റിനോട് അടുക്കുമ്പോൾ അവരൊരു മുന്നേറ്റം, ആ മുന്നേറ്റമാണ് ഇവിടെയും കാണാൻ കഴിഞ്ഞത്. ഫൈനലിന് സമാനമായ മത്സരം തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം വിനോദ്. അതെ, ഈ ആവേശമൊക്കെ മാറ്റിവെച്ചാൽ എന്തൊരു മനോഹരമായ ഒരു കാഴ്ച. അത് തന്നെയല്ലേ ഈ ലക്ഷക്കണക്കിന് ആളുകളെ, 10,000-കണക്കിന് ആളുകളെ ഈ പുന്നമടയിലേക്ക് എത്തിക്കുന്ന എന്തൊരു ആവേശമാണ്. അവള് വെറും വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ഇരിക്കുക ഒരു അസാധ്യമായ ഒരു അവസ്ഥയിലേക്ക് ലോകത്തെമ്പാടുമുള്ള ജലപ്രേമികളുടെ, കുട്ടനാടിനെ സ്നേഹിക്കുന്ന, വള്ളംകളിയെ സ്നേഹിക്കുന്നവരുടെയൊക്കെ തന്നെ ഹൃദയം ഇടിക്കുന്ന വേഗത, ആ ഒരു ആവേശം, ആ ഒരു ആർപ്പുവിളികൾ അതൊക്കെ തന്നെ നിറയുന്ന ഏറ്റവും മനോഹരമായ, ശരിക്കും പറഞ്ഞാൽ ഫൈനലിൽ തുല്യമായുള്ള ഒരു വലിയ മത്സരം തന്നെയല്ലായിരുന്നു ഇത്. അങ്ങനെ തന്നെ കാണേണ്ടി വരും. ഇപ്പോൾ 3ാം ഹീറ്റ്സിൽ അവസാനമായി ഫിനിഷ് ചെയ്യുകയാണ് ആലപ്പാട് ചുണ്ടൻ. 95-ലും 97-ലും നെഹ്റു ട്രോഫി നേടിയ ചുണ്ടനാണ് ആലപ്പാടൻ. ആലപ്പാടനിൽ തുഴഞ്ഞത് വെള്ളൂർ ബോട്ട് ക്ലബ്ബാണ്. അവർ ഒത്തിരി പിന്നിൽ പോയി എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ പതിയെ തുഴഞ്ഞ് അവരും ഫിനിഷിംഗ് പോയിന്റ് കടന്നിരിക്കുന്നു. എന്ത് തന്നെയായാലും ആവേശമുള്ള ഒരു ഹീറ്റ്സ് മത്സരം തന്നെയായിരുന്നു 3ാം ഹീറ്റ്സ്. അതിൽ 2ാം ഹീറ്റ്സിലൂടെ വന്ന തലവടി ചുണ്ടനെ പിന്നിലാക്കിക്കൊണ്ടാണ്, UBC പിന്നിലാക്കിക്കൊണ്ടാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ മേൽപ്പാടം ചുണ്ടൻ ഒന്നാമതായി ഫിനിഷ് ചെയ്തത്. ഇപ്രാവശ്യവും വിജയം ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട് മേൽപ്പാടത്തിന്. എന്തു തന്നെയായാലും പള്ളാത്തുരുത്തി ഒന്നാമതായി തന്നെ ഹീറ്റ്സിൽ ഫിനിഷ് ചെയ്തു. അത് അവരുടെ അഭിമാന പോരാട്ടമായിരുന്നു. മനോഹരമായ തുഴച്ചിലായിരുന്നു. അവർ തുഴഞ്ഞു കയറി. ഇനിയും 4ാം ഹീറ്റ്സ് മത്സരമാണ്. സെന്റ് ജോർജ് ചുണ്ടനാണ് ഒന്നാമതായി 1ാം ട്രാക്കിലൂടെ വരുന്നത്. 2ാം ട്രാക്കിലൂടെ നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. പുന്നമട ബോട്ട് ക്ലബ്ബ് പുന്നമടയിൽ മത്സരിക്കാൻ എത്തുന്നു എന്നത് തന്നെയാണ്. അതിനു കട്ടയ്ക്ക് പിടിക്കാൻ നിരണം ചുണ്ടൻ കഴിഞ്ഞ തവണ ഫൈനലിൽ 4ാം സ്ഥാനത്ത് എത്തിയ ചുണ്ടനാണ്. അതിന് മുൻപത്തെ വർഷം 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ചുണ്ടനാണ്. ഇറങ്ങിയിട്ട് 2022 ചിങ്ങം 1-ന് ഇറങ്ങിയ ചുണ്ടനാണ്. അവിടെ ഹീറ്റ്സ് മത്സരം 4ാം ഹീറ്റ്സ് ആരംഭിച്ചിരിക്കുന്നു. ഇവിടെയും 2ഉം 3ഉം ട്രാക്കുകളിലാണ് ഏറ്റവും ശക്തമായ മത്സരം നടക്കുക എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിൽ നടുഭാഗം ചുണ്ടനിൽ തുഴയുന്നത് പുന്നമട ബോട്ട് ക്ലബ് നിരണം തന്നെ തുഴയുന്നു. വാശിയേറിയ സെന്റ് ജോർജ് ആണോ, നടുഭാഗമാണോ, നിരണമാണോ, വലിയ ദിവാഞ്ചിയാണോ? ഒരിക്കലും പ്രവചിക്കാൻ അപ്പുറത്തേക്കുള്ള മറ്റൊരു മത്സരത്തിലുകൂടി ആലപ്പുഴയുടെ മണ്ണ്, ഈ പുന്നമടയുടെ ഓളങ്ങൾ, പുന്നമടയുടെ ഇരുകരകളിലും ആവേശം വിതച്ചുകൊണ്ട് വലിയ ആവേശത്തോടെ എല്ലായിടങ്ങളിലും ആർപ്പുവിളികൾ നിറഞ്ഞ മറ്റൊരു ഹീറ്റ്സ് മത്സരങ്ങൾ കൂടി ഇവിടെ തുടക്കം കുറിക്കുകയാണ്. എത്രയോ മനോഹരമായ ഒരു മത്സരം, എത്രയോ വാശിയോടെയുള്ള മത്സരം, അവസാന നിമിഷവും പിഴവുകളൊക്കെ മാറ്റിക്കൊണ്ടുള്ള ആ അവസാന നിമിഷത്തെ സർവശക്തി ഉപയോഗിച്ചുള്ള ആ ഒരു പോരാട്ടം അതുതന്നെയാണ് വള്ളംകളിക്ക് ഓരോ വർഷം കഴിയുന്തോറും ഇങ്ങനെ ഹൃദയപൂർവ്വം ആളുകളെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേലും എത്രയോ ആളുകളാണ് വിദേശത്തു നിന്നടക്കമുള്ള സഞ്ചാരികളടക്കമുള്ള ആളുകൾ ഈ പുന്നമടയിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഓളപ്പരപ്പുഴയെ ഒളിമ്പിക്സിന് കാണാനായി വന്നിരിക്കുന്നത്. ആലപ്പുഴയെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായ കായികഭാഗത്തെ കാണാനായി ഹൃദയപൂർവ്വം നെഞ്ചേറ്റാനായി അവരൊക്കെ തന്നെ എത്തിയിരിക്കുന്നത്. 4ാം ഹീറ്റ്സ് മത്സരം ഇവിടെ ആരംഭിക്കുകയാണ്. വള്ളത്തിന്റെ വിശദാംശങ്ങൾ ആ